പത്തനംതിട്ട കോന്നി മുറിഞ്ഞകലിൽ 19-കാരി തൂങ്ങി മരിച്ചതിൽ പെൺകുട്ടിയുടെ അമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന ആദർശിനെതിരെ ആരോപണവുമായി പെൺകുട്ടിയുടെ രണ്ടാനച്ഛൻ ചന്ദ്രശേഖരൻ. മാസങ്ങൾക്ക് മുൻപ് ആദർശ് തന്നെ ഫോണിൽ വിളിച്ചിരുന്നതായും മകളെ അപായപ്പെടുത്തുമെന്ന് സൂചിപ്പിച്ചിരുന്നതായും ചന്ദ്രശേഖരൻ വ്യക്തമാക്കി. കോന്നി മുറിഞ്ഞകല്ലിലെ വാടക വീട്ടിലെ കിടപ്പുമുറിയിൽ 19-കാരി ഗായത്രിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം രാവിലെ ആദർശ് സംഭവം നടന്ന വീട്ടിലുണ്ടായിരുന്നതായി ഗായത്രിയുടെ രണ്ടാനച്ഛൻ ചന്ദ്രശേഖരൻ ആരോപിച്ചു. അടൂരിലെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ മകളെ അയക്കരുതെന്ന് പെൺകുട്ടിയുടെ മാതാവിനോട് താൻ പറഞ്ഞിരുന്നതായും ചന്ദ്രശേഖരൻ പറഞ്ഞു. ദ്രോണ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചായിരുന്നു. ഞാൻ എന്നിട്ട് ഈ സ്ത്രീയോട് പറഞ്ഞതായിരുന്നു, ഈ രാജിയോട് പറഞ്ഞതാ, കൊച്ചിനെ അവിടെ ചേർക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഗായത്രി ആത്മഹത്യ ചെയ്യുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല. ആത്മഹത്യയാണെങ്കിൽ അതിന് പുറകിലുള്ള കാരണം കണ്ടെത്തണം, പോലീസ് ഇക്കാര്യം അന്വേഷിക്കണമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. ഒരു കാരണവശാലും ഈ കുഞ്ഞ് ആത്മഹത്യ ചെയ്യത്തില്ല, എനിക്കറിയാം. കാരണം കുഞ്ഞുനാൾ മുതൽ അവൾക്കൊരു 6 വയസ്സ് 7 വയസ്സുള്ളപ്പം മുതൽ പ്രായത്തിൽ കൂടുതൽ പക്വത ഇവക്കുണ്ട്. ഇതിനെന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയണം, പോലീസ് അന്വേഷിക്കണം. മാതാവ് രാജി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് തൂങ്ങിയ നിലയിൽ ഗായത്രിയെ കണ്ടത്. ഉടൻ കോന്നി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. അടൂരിലെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകൻ മകളെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി മാതാവ് രാജി വ്യക്തമാക്കിയിരുന്നു. മകളെ അധ്യാപകൻ ഡേറ്റിംഗിന് ക്ഷണിച്ചതായും മാതാവ് രാജി പറഞ്ഞിരുന്നു. കൂടൽ പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം തുടരുകയാണ്. റിപ്പോർട്ടർ, പത്തനംതിട്ട.